സൗദി അറേബ്യയിലെ സൈനിക താവളത്തിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി. 5 ഡ്രോണുകളാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിക്ഷേപിച്ചത്. പ്രതിരോധിക്കാൻ സാധിച്ചു എന്നുള്ളതും എയർപോർട്ടിലേക്ക് വീഴാത്ത രീതിയിൽ തങ്ങൾക്ക് അതിനെ നശിപ്പിക്കാൻ സാധിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വരികയാണ്. അൽഖർജിലുള്ള പ്രിൻസ് സൽമാൻ ഇൻ്റർനാഷണൽ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. ഈ എയർപോർട്ട് താൽക്കാലികമായ രീതിയിൽ അമേരിക്കക്ക് നൽകിയതാണ്. അതോടൊപ്പം തന്നെ ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം വിട്ടുകൊടുക്കൽ കാര്യങ്ങളൊന്നും ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്നുള്ളത്. അമേരിക്കക്ക് സൗദി അറേബ്യയിലുള്ള എയർബേസ് അപ്പാടെ തന്നെ ഒഴിവാക്കിയിരുന്നു, സൈനികരെയും ഒഴിവാക്കിയിരുന്നു. പിന്നീട് ഹൂത്തി ആക്രമണം നടന്നതിനോടനുബന്ധിച്ചാണ് താൽക്കാലികമായ രീതിയിൽ സൈനികർക്കും എയർബേസിനും അനുമതി നൽകിയത്. സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴും അത് അത്യാവശ്യം വരുന്ന സമയത്ത് കരാർ വ്യവസ്ഥ പ്രകാരം ഇത്ര ദിവസത്തേക്ക് എന്ന തരത്തിൽ സാധാരണഗതിയിൽ സൗദി അറേബ്യ അമേരിക്കക്ക് വിട്ടുകൊടുക്കാറുണ്ട്. ആ സമയം കഴിഞ്ഞാൽ അവരത് തിരിച്ചു പോകാറുണ്ട്. ഈ എയർപോർട്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടേക്കുള്ള അമേരിക്കയുടെ ഏത് തരത്തിലുള്ള പ്രവൃത്തി നടക്കുകയാണെങ്കിലും, വിമാനം വരികയാണെങ്കിലും, തിരിച്ചു പോവുകയാണെങ്കിലും സൈനികരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും കൃത്യതയോടുകൂടിയുള്ള വിവരം സൗദി അറേബ്യ അറിയിക്കണം എന്ന് സൗദിയും അമേരിക്കയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരാർ വ്യവസ്ഥയുണ്ട്. എന്നാൽ ഖത്തറിലോ ബഹ്റൈനിലോ കുവൈത്തിലോ ഒക്കെ പ്രവർത്തിക്കുന്ന സൈനിക ബേസിലേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചോ തിരിച്ചു പോകുന്നതിനെക്കുറിച്ചോ അതിൽ വരുന്ന വസ്തുക്കളെക്കുറിച്ചോ അന്വേഷിക്കാൻ അങ്ങനത്തെ ഒരു കരാർ വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ട് അവരുടെ ഇഷ്ടം പ്രകാരം ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇറാൻ പറയുന്ന പരാതി. നിങ്ങളുടെ രാജ്യത്തുള്ള സൈനിക ബേസ് വെച്ചുകൊണ്ട് തങ്ങളെ ആക്രമിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവിടുന്ന് പൊന്തുന്ന വിമാനത്തെക്കുറിച്ചോ അവിടേക്ക് തിരിച്ചു വരുന്ന വിമാനത്തെക്കുറിച്ചോ നിങ്ങൾക്ക് അന്വേഷിക്കാൻ കഴിയുകയില്ല. അതേക്കുറിച്ചൊരു കരാറുമില്ല. അതുകൊണ്ട് അവർ പല ഘട്ടങ്ങളിലും തങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ടോ അവർ ആ പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആയിരിക്കാം ഒരു പക്ഷേ അൽഖർജിലുള്ള ഈ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയത്. അതിൽ ഏകദേശം ഇപ്പോഴത്തെ ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഈ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം 2500ഓളം അമേരിക്കൻ സൈനികർ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. F-15, F-16 യുദ്ധവിമാനങ്ങളും അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വിമാനത്തെക്കുറിച്ച് അവിടെ നിന്ന് തന്നെ ചലനം നടത്തി മറ്റുള്ള ഭാഗത്തേക്ക് പോകാൻ വേണ്ടി പ്രയാസമുള്ളത് കൊണ്ട് ഏറെക്കുറെ ഈ മേഖല ഒഴിവാക്കിയിട്ടാണ് സാധാരണഗതിയിൽ അമേരിക്ക പ്രവർത്തിക്കാറുള്ളത്. അതിൻ്റെ പ്രവർത്തിക്കുന്ന ഭാഗമായിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ഈ ഖത്തറിലേക്ക് പ്രധാനമായിരിക്കുന്ന വിമാനവും സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപും ഇവിടെ നിന്ന് സൈനികരെ പകുതിയിലധികം ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. ആ രീതിയാണ് അങ്ങനെയുള്ള ഒരു കടുത്ത നിയന്ത്രണമുള്ളതാണ് ഈ അൽഖർജിലുള്ള പ്രിൻസ് സൽമാൻ എയർബേസ് എന്ന് പറയുന്നത്. സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ഇവിടെ അമേരിക്കക്ക് സാധിക്കില്ല എന്ന് ചുരുക്കം. ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പൊതുവെയുള്ള വിഷയം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ വില കൂടി വരികയാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 2 ദിവസം മുമ്പ് $70 ആയിരുന്നത് ഇപ്പോൾ $82 ആയിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ സമയത്ത് അത് ഇനിയും $100 ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് സർവ്വ മേഖലയിലും സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയ പ്രതിസന്ധി വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതോടനുബന്ധിച്ച് തന്നെ ഈ സൗദി അറേബ്യയിലെ റിഫൈനറി കേന്ദ്രീകരിച്ചുകൊണ്ട് മിസൈൽ ആക്രമണം നടത്തിയതും റിപ്പോർട്ട് ചെയ്തു. അവിടെയുള്ള ഏറ്റവും വലിയ റിഫൈനറി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ 2 മിസൈലുകളാണ് വന്നത്. അത് അറാംകോ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് മിസൈൽ വന്നത് എന്നുള്ളതും അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നുള്ളതും അതിന് ചീളുകൾ തെറിച്ചുകൊണ്ട് ചില ഭാഗങ്ങളിൽ തീപിടുത്തമുണ്ടായി. അത് അപ്പോൾ തന്നെ കെടുത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക സ്രോതസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമിക്കുന്നു എന്നുള്ളതും ഇപ്പോഴത്തെ പുതിയ വാർത്തയാണ്. അതിനപ്പുറം അതിനോട് ചേർന്ന് വരുന്ന വിഷയം എന്ന് പറയുന്നത് സൗദി അറേബ്യക്ക് നേരെ നടത്തിയ ആക്രമണം യഥാർത്ഥത്തിൽ ഇറാൻ അല്ല ചെയ്തത്, ഹൂത്തികളാണ് എന്നുള്ളതാണ്. ഹൂത്തികൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മേഖല ആക്രമിച്ചത്. ഹൂത്തികളും സൗദി അറേബ്യയും തമ്മിൽ വിഷയം ഉണ്ടായിരുന്ന കാലത്തും അവർ റിയാദ് എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം. 15 വർഷത്തോളം ഹൂത്തികളും സൗദി അറേബ്യയും UAEയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിൽ ഇപ്പോൾ അവരുടെ ഓരോ ഏരിയയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്നത് ഇറാനേക്കാൾ കൂടുതൽ ഹൂത്തികൾക്കറിയാമെന്നുള്ളതും ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികൾക്കും പങ്കുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഏത് തരത്തിൽ എങ്ങനെയാണ് ആക്രമണം നടത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും അവരുടെയും കൂടി കയ്യൊപ്പം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ യുദ്ധം കഠിനമായിരിക്കുന്ന രീതിയിലേക്ക് തന്നെ നീങ്ങുകയാണ്. ഇപ്പോൾ ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള ചെറിയ ആക്രമണം പോലും വലിയ രീതിയിലുള്ള തിരിച്ചടി അറേബ്യൻ രാജ്യങ്ങൾക്കും ഇസ്രായേലിനും ഉണ്ടാകുന്ന തരത്തിലാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സർവ്വ നഗരത്തിലേക്കും അതിശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം നടക്കുന്നു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചില പടിഞ്ഞാറൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട മിസൈലുകൾ തങ്ങളുടെ ഭൂമിയിൽ വീണിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ളതും 2-3 ആൾക്കാരെ കാണാതായിട്ടുണ്ട്, അതേക്കുറിച്ച് തെരച്ചിൽ നടത്തുകയാണ്. അതായത് ബിൽഡിംഗ് അപ്പാടെ തകർന്ന് വീണ് പോയിട്ടുണ്ട് എന്നുള്ളത്, ചില പ്രദേശത്തുള്ള ബിൽഡിങ്ങുകൾ അപ്പാടെ കാണുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അതിശക്തമായിരിക്കുന്ന പ്രതിരോധം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആക്രമ പരമ്പര തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും, ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള അക്രമത്തിൻ്റെ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരം കണക്കെടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പുതിയമായിരിക്കുന്ന ഒരു സംവിധാനത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു മധ്യസ്ഥ ശ്രമത്തിന് അവർ തയ്യാറല്ല എന്നുള്ളതാണ് ഏറെ പ്രയാസത്തിലാക്കിയിരിക്കുന്ന കാര്യം. യുദ്ധം കൊണ്ട് തന്നെ നേരിടുമെന്നുള്ളതും തങ്ങളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേതാവിനെയും വധിച്ചതിനുള്ള പ്രതികാരം തങ്ങൾ അത് ആവർത്തിച്ച് ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളത് ഇപ്പോഴത്തെ ഭരണത്തിലേറ്റിരിക്കുന്ന ഭരണാധികാരികൾ പോലും പറയുകയും ചെയ്തിട്ടുണ്ട്. അബ്ബാസ് അറാഗ്ചി വിദേശകാര്യമന്ത്രി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യതയോടു കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ ഇറാൻ യുദ്ധത്തിൽ ഇറങ്ങിയിരിക്കുന്നു, ഇനി യുദ്ധം അവസാനിപ്പിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളാണ്. ഇസ്രായേലാണ് തുടങ്ങി വെച്ചത്, അന്യായമായിട്ട് തുടങ്ങിയാണ്, ഞങ്ങൾ ചതിക്കപ്പെട്ടതാണ്, അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണമാണുള്ളത്, ഈ ഏറ്റവും വലിയ തങ്ങളുടെ നേതാവിനെ വധിച്ചിരിക്കുന്നു, ആ വധിച്ചതിന് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിക്കുന്നതാണ് എന്ന തരത്തിൽ വൈകാരികപരമായ രീതിയിലാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി സംസാരിച്ചത്. സാധാരണഗതിയിൽ അദ്ദേഹം ഒരു മിതവാദത്തോടു കൂടി സംസാരിക്കുന്ന വ്യക്തിയാണ്. അവരിൽ പോലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.